മലയാളിക്ക് വാനോളം അഭിമാനത്തിന് നിമിഷം. മലയാളിയായ അനിൽ മേനോന്റെ ബഹിരാകാശ യാത്ര നിർണായക ഘട്ടത്തിലാണ്. ബഹിരാകാശ നിലയവുമായുള്ള ഡോക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കും. സായികുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കിപ്പം. സായികുമാർ, നമ്മൾ മലയാളികളുടെ അഭിമാനം അങ്ങ് ബഹിരാഘോഷത്തോളം ഉയർത്തി അനിൽ മേനോനും സംഘവും ബഹിരാകാശത്തെത്തിയിരിക്കുകയാണ്. ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കാനുള്ള ആ നിർണായകമായ ഘട്ടമാണ് ബാക്കിയുള്ളത്. ആ ഡോക്കിംഗ് അത് നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. എത്രത്തോളം സങ്കീർണമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഇനി സംഘം കടന്നു പോവുക? തീർച്ചയായും ആര്യ, അത്യന്തം സങ്കീർണമായിട്ടുള്ള ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുകയാണ്. ആ തത്സമയ ദൃശ്യമാണ്. ആ മാനം മുട്ടയെ ഉയർന്ന അഭിമാനത്തോടുകൂടി അനിൽ മേനോനും സംഘവും എത്തിയ ആ ദൃശ്യമാണ് ഇപ്പോൾ ലോകം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 8:16 പുറപ്പെട്ട ബഹിരാകാശം കൃത്യം 3 മണിക്കൂറിനകം തന്നെ ആ ഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കുകയാണ്. ഇനി അതായത് ഭൂമിയെ 2 തവണ വലം വെച്ച ശേഷമുള്ള അതിവേഗ പാതയിലൂടെ എത്തിയ പേടകം പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയാണ് അതിൻ്റെ ഡോക്കിംഗ് ഇപ്പോൾ നടത്തുന്നത്. ബഹിരാകാശ നിലയത്തിലെ റഷ്യൻ നിർമ്മിത മൊഡ്യൂളായ പ്രിച്ചാൽ കവാടത്തിലാണ് സോയിസ് പേടകം ഇപ്പോൾ ഘടിപ്പിക്കുന്നത്. അതിനുശേഷം ഡോക്കിങ്ങിന് ശേഷം പേടകത്തിലെയും ബഹിരാകാശ നിലയത്തിലെയും വായുമർദ്ദം തുല്യമാക്കിയ ശേഷമായിരിക്കും യാത്രികർക്കായി കവാടങ്ങൾ തുറക്കുക. അങ്ങനെ അതിനുശേഷം നാസ, ESA, റോസ്കോമോസ് യാത്രികർ ചേർന്ന് ഇതിനോടകം തന്നെ അവിടെയുള്ള യാത്രികർ ചേർന്ന് ഈ സംഘത്തെ സ്വീകരിക്കുകയും ചെയ്യും. അതിൻ്റെ തത്സമയ ദൃശ്യം നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് അത്യന്തം അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് അനിൽ മേനോനും സംഘവും ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കസഖ്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് 8:15 കൂടിയിട്ടാണ് ഈ സോയൂസ് MS-29 എന്ന പേടകം, റഷ്യൻ പേടകം പറന്നുയർന്നത്. 3 മണിക്കൂറിനുള്ളിൽ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുക എന്നുള്ള നിർണായക ഘട്ടമാണ് ബാക്കിയുള്ളത്. ഡോക്കിംഗ് എന്ന അതിസങ്കീർണമായ ഘട്ടത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് സംഘം. ഇനി 11:26 എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു സമയം. ആ സമയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സമയം മുതൽ ഡോക്കിംഗ് ആരംഭിക്കും. ആ സങ്കീർണമായ ഘട്ടം കഴിഞ്ഞതിന് ശേഷം 1:26 കൂടിയാണ് ഈ 3 അംഗ സംഘം ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. സായികുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സായി, 8 മാസക്കാലമാണ് ഈ സംഘം അവിടെ ഉണ്ടാവുക. അനിൽ മേനോനും ഒപ്പം 2 റഷ്യൻ സഞ്ചാരികളുമാണ് ഉള്ളത്. വളരെ നിർണായകമായ ശാസ്ത്രലോകത്തിന് ഇനി മുന്നോട്ടുള്ള ഭാവിയിലൊക്കെ ഒരുപാട് സഹായകരമാകുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത്. ശാസ്ത്രലോകത്തിന് പുതിയ എന്തൊക്കെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ശാസ്ത്ര പരീക്ഷണങ്ങളാകും ആദ്യഘട്ടത്തിൽ നടക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് സായി? തീർച്ചയായും ആര്യ, ലോകം വളരെ ആകാംക്ഷയോടെയും കൗതുകത്തോടെയുമാണ് അനിൽ മേനോന്റെയും സംഘത്തിന്റെയും പുതിയ പരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമായി കാത്തു നിൽക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്, രാത്രി 8:17 ഈ ദൗത്യം ആരംഭിച്ചത്. ഇപ്പോൾ കൃത്യം 11:26 തന്നെ ആ ഡോക്കിംഗ്, ബഹിരാകാശ നിലയത്തിലെ ആ ഡോക്കിംഗ് പ്രക്രിയ ഇപ്പോൾ നടക്കുകയാണ്. നിലയത്തിൽ ദൗത്യസംഘം പ്രവേശിക്കുക പുലർച്ചെ 1:25 ആയിരിക്കും. ഇതിൽ അനിൽ മേനോനെ കൂടാതെ പ്രോത് ദുബ്രോവ്, അന്ന കീക്കി, റഷ്യയുടെ ഇതിനോടകം തന്നെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ 2 ബഹിരാകാശ സഞ്ചാരികൾ കൂടി ഇതിലുണ്ട്. അനിൽ മേനോൻ നമുക്കറിയാം ഫ്ലൈറ്റ് എഞ്ചിനീയറാണ്, പ്രോത് ദുബ്രോവ് കമാൻഡറാണ്, അന്ന കിക്കിയും ഫ്ലൈറ്റ് എഞ്ചിനീയറാണ്. ഏകദേശം 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അത്യന്തം സങ്കീർണമായ പ്രതീക്ഷാ നിർഭരമായ ഒരു പരീക്ഷണ കാലഘട്ടമാണ് ഈ 3 ബഹിരാകാശ സഞ്ചാരികളെയും ഇനി കാത്തിരിക്കുന്നത്. 2027 ഏപ്രിലായിരിക്കും ഇപ്പോൾ തീരുമാനിച്ച പ്രകാരം ഈ സംഘം മടങ്ങുക. അനിൽ മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, മലയാളി വേരുകളുള്ള ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീടാണ്. അതുകൊണ്ട് കേരളത്തിനും ആകെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണിപ്പോൾ അനിൽ മേനോനിലൂടെ ലഭിച്ചിരിക്കുന്നത്. 2021 അദ്ദേഹം നാസയുടെ ആസ്ട്രോനോട്ട് ഗ്രൂപ്പ് 23 തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു എമർജൻസി മെഡിസിൻ വിദഗ്ധനായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം എയറോസ്പേസ് മെഡിസിൻ വിദഗ്ധനായി, പിന്നീട് അദ്ദേഹം US എയർഫോഴ്സിൽ ഫ്ലൈറ്റ് സർജനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിൽ ഫ്ലൈറ്റ് സർജനായി അദ്ദേഹം വരുന്നത്. വെറും 49 വയസ്സിനുള്ളിൽ
വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം കൈമുദ്ര പതിപ്പിച്ച എല്ലാ മേഖലകളിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്വപ്ന സമാനമായ കുതിപ്പിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിന് വർഷങ്ങളുടെ പരിശീലനമുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, നിരവധി തവണ മാറ്റിവെക്കപ്പെട്ട ഒരു ദൗത്യമാണ്. ചെറിയ കാലാവസ്ഥാ മാറ്റം പോലും തടസ്സമാകേണ്ടിയിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ കാലാവസ്ഥാ മാറ്റം പോലും പ്രശ്നമായിരുന്ന ഒരു പരീക്ഷണമാണ്. എല്ലാം ശരിയായ രീതിയിൽ വന്ന ഒരു സമയമായ ഇന്ന് ഇപ്പോൾ വിജയകരമായി ആ വിക്ഷേപണം നടത്തിയിരിക്കുന്നു. ദൗത്യത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോന്റെയും യുക്രൈൻകാരിയായ എലിസബത്ത് സാമോയിങ്കലുടെയും മകനാണ് അനിൽ മേനോൻ. അദ്ദേഹത്തിന്റെ പങ്കാളിയായ അന്ന മേനോനും ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. 2004 സെപ്റ്റംബറിൽ പൊളാരിസ് ഡൗൺ ദൗത്യത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അനിൽ മേനോന്റെ ദൗത്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സെമി കണ്ടക്ടർ പഠനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടറുകൾ, AI, മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ വലിയ തോതിലുള്ള നിർമ്മാണം പ്രാപ്തമാക്കുന്നതിന് സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ ബഹിരാകാശ ഉൽപ്പാദനം പരിഷ്കരിക്കുന്നതിനുള്ള ഗവേഷണം നടത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള വൈദ്യസഹായത്തിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്ന AI, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യ പരിശോധനകൾ നടത്താനുള്ള ഗവേഷണത്തിൽ കൂടി പങ്കാളിയാകുക. അതോടൊപ്പം സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൽ സിരകളെയും രക്തയോട്ടത്തെയും കുറിച്ചുള്ള പഠനം, സൂക്ഷ്മ ഗുരുത്വാകർഷണ സാഹചര്യത്തിൽ രക്തക്കുഴലുകളുടെ ത്രിമാന ജൈവഘടനകൾ ബയോപ്രിന്റ് ചെയ്യുന്ന പരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ബഹിരാകാശത്ത് ആവശ്യാനുസരണം IV ദ്രാവകം നിർമ്മിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലടക്കം അദ്ദേഹം പങ്കെടുക്കും. ഈ 8 മാസം കൊണ്ട് അതൊക്കെ ഉള്ള പഠനങ്ങളിലായിരിക്കും അദ്ദേഹം ചെയ്യുക. അതോടൊപ്പം തന്നെ നിലയത്തിലെ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ പതിവ് ജോലികളും അനിൽ മേനോന് ചെയ്യേണ്ടി വരും. അതായത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇനിയുള്ള 8 മാസക്കാലം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അതിനുള്ള എല്ലാ പരിശീലനവും അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇനി ബഹിരാകാശ പേടകത്തിലേക്ക് എത്തിയാൽ ഈ പറയുന്ന 3 ആളുകളെയും സ്വീകരിക്കാൻ അവിടെ ഇതിനോടകമുള്ള സംഘം തയ്യാറാണ്. ബഹിരാകാശ നിലയത്തിൽ അവർക്കുള്ള പരിശീലനവും ആ സംഘം കൊടുക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സോയിസ് MS-29 എന്ന റഷ്യയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പേടകമാണ്. എന്തായാലും ആ ഡോക്കിംഗ് പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വിജയകരമായി ഇപ്പോൾ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ആര്യ. തീർച്ചയായും സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സോയിസ് MS-29 എന്ന പേടകത്തിന്റെ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ദൗത്യം, ആ ഡോക്കിംഗ് പ്രക്രിയ വളരെ വിജയകരമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. 1:25 കൂടിയാണ് അനിൽ മേനോനും സംഘവും ആ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് മടങ്ങിയെത്താം. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.